പാഠം 709. ഇവർ ഇങ്ങനെയാണ്. എനിക്ക് ഇന്ന് കുറച്ച് നേരത്തെ പോകണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അത് ഓർമ്മയുണ്ടോ എന്തോ? എനിക്ക് മോഹനേട്ടന്റെ അത്രയും ഓർമ്മയില്ലെങ്കിലും ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കാനുള്ള കഴിവുണ്ട്. കഴിക്കാനുള്ളതെല്ലാം റെഡിയാ. ഷർട്ടും മുണ്ടും ഞാൻ തേച്ചും വെച്ചിട്ടുണ്ട്. മോഹനേട്ട പോവാൻ റെഡിയാകുമ്പോഴേക്കും ചോറ്റുപാത്രം ബാഗിലുണ്ടാവുകയും ചെയ്യും. അത്രയും പോരെ? ഇതൊക്കെ ഇങ്ങനെ തന്നെ ആണെങ്കിൽ അത് മതി. ഞാനൊരു കാര്യം പറഞ്ഞാൽ സാധാരണ അത് മാറും. എന്റെ പേര് കെ മോഹനകൃഷ്ണൻ എന്നല്ലല്ലോ. അതെന്താ നീ ആ പറഞ്ഞതിന്റെ അർത്ഥം? ഒന്നുമില്ല. ഇന്നലെ വൈകിട്ട് വരുമ്പോ പഞ്ചസാര വാങ്ങിക്കൊണ്ട് വരണമെന്ന് ഇന്നലെ രാവിലെ 3 പ്രാവശ്യം ഞാൻ പറഞ്ഞു. പക്ഷെ നടന്നില്ല. മോഹനേട്ടൻ മറന്നുപോയി. ഭാമേ, ഞാൻ രാവിലെ ഷർട്ടും മുണ്ടും കൊടുത്ത് ഇവിടെ ഇറങ്ങുന്നത് ചീട്ട് കളിക്കാനോ സിനിമ കാണാനോ അല്ല. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങളുള്ള ജോലികൾ ചെയ്യുന്ന ആൾ പഞ്ചസാര വാങ്ങുന്ന പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മറന്നു വന്നിരിക്കും. രാവിലെ ചായയിൽ പഞ്ചസാര ഇല്ലാതെ വരുമ്പോ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ സാറ് പറയുക. ഓക്കെ ഭാമേ, നിന്റെ കുറ്റമാണ് എന്ന് പറയും. അങ്ങനെ പറയുന്ന എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഇന്നലെ പലചരക്കടയിലെ മാധവൻകുട്ടിയെ വിളിച്ച് രാത്രി തന്നെ പഞ്ചസാര കൊണ്ടുവരിച്ചു. എനിക്ക് എന്തായാലും മറവിയോ തെറ്റോ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്വമില്ലായ്മയും ധിക്കാരോ. മോഹനേട്ടൻ അത് പറ്റിയിട്ടുണ്ടെങ്കിൽ ജോലി ഭാരം കൊണ്ടുള്ള മറവി കൊള്ളാം. മോഹനേട്ടാ, ഞാനും അത്യാവശ്യ ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്ത് ഉത്തരവാദിത്വം? നാട്ടിൽ 900 വക്കീലന്മാരുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് നീ. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഈ നാട്ടിലെ ഒരേ ഒരു വില്ലേജ് ഓഫീസറാണ് ഞാൻ. അതുകൊണ്ടെന്താണെന്നോ? നീ ഓഫീസിൽ ഇല്ലെങ്കിലോ നീ ജോലി ചെയ്തില്ലെങ്കിലോ ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല. നിന്നേക്കാൾ സാമർഥ്യമുള്ള 10,000 വക്കീലന്മാരുണ്ട് ഇവിടെ. പക്ഷേ ഞാൻ ജോലി ചെയ്തില്ലെങ്കിൽ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മുടങ്ങിപ്പോവും. മനസ്സിലായല്ലോ? ശരി, തർക്കിക്കാൻ എനിക്ക് തീരെ സമയമില്ലാത്തോണ്ട് ഞാൻ എല്ലാം സമ്മതിച്ചെന്നിരിക്കുന്നു. നാട്ടിലെ ഒരേ ഒരു വില്ലേജ് ഓഫീസർ പോയി ആ ഫോൺ ഒന്ന് എടുക്കും. ഒരേ ഒരു വില്ലേജ് ഓഫീസറെ കൊണ്ട് എന്തോ ഒരു കാര്യം സാധിക്കാൻ ആരോ വിളിക്കുന്നതായിരിക്കും. ചെല്ല്, പോ. ഹലോ മോഹനകൃഷ്ണ, ഞാനാ ഹരിദാസൻ. ഹരിദാസോ, എന്തുണ്ട് വിശേഷം? ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം? ചാരുലതയ്ക്ക് സത്യഭാമയുടെ കൂടെ കുറച്ചുനാൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഓ, ഞാനതങ്ങ് മറന്നു ഹരിദാസ. ഭാമയോട് ആ കാര്യം സംസാരിച്ചതേ ഇല്ല. ഇന്ന് ചാരുലത നിങ്ങളുടെ വീടിന്റെ അടുത്ത് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഒക്കെ സത്യഭാമയൊന്ന് കാണിക്കാൻ. അവൾ അതുവഴി വരും. ഇന്നോ? ഇന്നായിരുന്നു സൗകര്യം. സത്യം പറഞ്ഞ അവൾക്കിതൊന്നും താല്പര്യമില്ല. ഞാൻ പറഞ്ഞു ജോലി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യഭാമ പോലെയുള്ള ഒരാളുടെ കൂടെ ഒന്ന് ജോലി പഠിക്കണമെന്ന്. ആദ്യം അവള് സമ്മതിച്ചതേയില്ല. പിന്നെ ഞാനൊന്ന് ദേഷ്യപ്പെട്ടപ്പം പാവ അവളങ്ങ് സമ്മതിച്ചു. ഞാൻ ദേഷ്യപ്പെടുന്നത് ഒക്കെ ഭയങ്കര പേടിയാണ്. ഓ, ഇന്ന് തന്നെ വന്ന് കാണണമെന്ന് ഞാനാ നിർബന്ധിച്ചത്. അതുകൊണ്ട് മോഹനകൃഷ്ണൻ സത്യഭാമയോടൊന്ന് പറഞ്ഞേക്കെ. ഞാൻ പറയാം. അല്ല, അതിനിപ്പോ ഇങ്ങോട്ട് വരണമെന്നില്ല. ഭാമ ആഫീസ് ചെയ്യണ്ടാ മതി. വീട്ടിൽ വന്ന് കണ്ടാൽ മതിയെന്ന് ഞാൻ ചാരുലതയോട് പറഞ്ഞു പോയി. അല്ല, സത്യഭാമ എന്തായാലും മോഹനകൃഷ്ണൻ പറയുന്നതിന് അപ്പുറം പോവില്ലല്ലോ. പിന്നെന്താ? കുഴപ്പമൊന്നുമില്ല. അപ്പൊ ശരി, ചാരുലത കുറച്ച് കഴിയുമ്പോ അതുവഴി വരും. ഓക്കെ. ഭാമ, ഈ കളക്ടറിലെ ഹരിദാസനെ വിളിച്ചത്. ഹരിദാസന്റെ ഭാര്യ ചാരുലത LLB കഴിഞ്ഞ് വെറുതെ നിൽക്കുക. പുള്ളിക്കാരിക്ക് ജോലിക്ക് പോകാനൊക്കെ ഭയങ്കര മടിയാ. കഴിഞ്ഞ ആഴ്ച കളക്ടറേറ്റ് വെച്ച് കണ്ടപ്പോ എന്നോട് പറഞ്ഞു ചാരുലതയെ കുറച്ചുനാൾ ഭാമയുടെ കൂടെ ജോലി ചെയ്യാൻ വിടട്ടെ എന്ന്. ഞാനത് നിന്നോട് പറയാൻ മറന്നുപോയി. ഇപ്പോ ഹരിദാസൻ വിളിച്ച് പറയുക
ചാരുലത ഇങ്ങോട്ട് പോന്നിട്ടുണ്ടോ? എന്തിന്? അവള് ഇതുവഴി എവിടെ പോവുകയാണ്. അപ്പോ ഇവിടെ വന്ന് നിന്നെ കണ്ട് സർട്ടിഫിക്കറ്റ് തന്നിട്ട് പോവാലോ. ജോലിക്ക് നാളെ മുതൽ വരുമായിരിക്കും. ഏത് ജോലിക്ക്? അപ്പോ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ കൂടെ കുറച്ചുനാൾ ജോലി ചെയ്ത് ജോലി പഠിക്കാനാണ് ചാരുലത വരുന്നത്. എന്റെ കൂടെ ആര് ജോലി ചെയ്യണോ തീരുമാനിക്കുന്നത് ഞാനല്ലേ മോനട്ടാ? മോനട്ടാണോ? നമ്മുടെ നാട്ടിൽ 1,900 വക്കീലമാരുള്ളപ്പോ ഈ പാവം വക്കീലിനോട് ജോലി ചെയ്ത് മോഹനേട്ടന്റെ കൂട്ടുകാരന്റെ ഭാവി പോവണ്ട. വേറെ ഏതെങ്കിലും വക്കീലിനെ നോക്കാൻ പറ. അയ്യോ, മാമേ, ചാരുലതയെ നിന്റെ കൂടെ ജോലിക്ക് നിർത്താമെന്ന് ഞാൻ പറഞ്ഞു പോയി. ആരോട് ചോദിച്ചിട്ടാ മോനേട്ടാ? ഭാര്യയുടെ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കണമെങ്കിൽ ഭർത്താവിന് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. എങ്കിൽ പിന്നെ ആ ഭർത്താവ് തന്നെ അങ്ങ് ജോലി കൊടുത്താൽ മതി. എന്റെ കൂടെ ജോലി ചെയ്യേണ്ടത് ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അത് പറ്റില്ല. അതേ പറ്റൂ മോഹനേട്ടാ. മോഹനേട്ടാ, ഇപ്പൊ മനസ്സിലായോ ദൈവം എല്ലാം കാണുന്നുണ്ടെന്ന്? മോഹനേട്ടൻ ഇന്ന് രാവിലെ നേരത്തെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് സകല ജോലിയും തീർത്ത് മോഹനേട്ടനെ കഴിക്കാനുള്ളത് ഉണ്ടാക്കി ഷർട്ടും മുണ്ടും തേച്ച് വെച്ച് കഴിഞ്ഞപ്പോ മോഹനേട്ടൻ എന്താ ചെയ്തത്? ഇത്രയൊക്കെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തതിന് ഒരു നന്ദി പറഞ്ഞില്ല എന്നുള്ള കാര്യം പോട്ടെ, കിട്ടിയ അവസരം വെച്ച് എന്നെ കളിയാക്കുകയും ചെയ്തു. മോഹനേട്ടന്റെ കണ്ണിൽ ഭർത്താവ് എന്ന ആൾക്ക് മാത്രമേ വിലയുള്ളൂ. ഭാര്യ വെറും വേലക്കാരി. ജോലിക്കാരും വരുമ്പോ വില്ലേജ് ഓഫീസർമാർ വലിയ ദൈവവും വക്കീലന്മാര് തീരെ മോശപ്പെട്ട ആൾക്കാരും. സ്ഥാനത്ത് വസ്ഥാനത്ത് വക്കീലന്മാരെ കളിയാക്കാൻ മോഹനേട്ടൻ എന്താ വരുത്? എന്നിട്ട് സ്വന്തമായിട്ടൊരു ആവശ്യം വന്നപ്പോ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നു. നാണുണ്ടോ? ഞാനങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നീ എന്തിനാ കാര്യമാക്കുന്നത്? നീ നല്ല കഴിവുള്ള വക്കീലായതുകൊണ്ടല്ലേ ചാരുലതയെ നിന്റെ കൂടെ എടുത്ത് പഠിപ്പിക്കണമെന്ന് ഹരിദാസൻ പറഞ്ഞത്. ഞാൻ നല്ല കഴിവുള്ള വക്കീലാണെന്ന് ഹരിദാസന് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. എന്റെ ഈ മഹാനായ ഭർത്താവ് മാത്രം അത് സമ്മതിച്ചു തരില്ല. എന്തായാലും ഇത്രയും കാലം വക്കീലന്മാരെ കളിയാക്കിയതിന് പ്രതികാരം ചെയ്യാൻ ദൈവം എനിക്കൊന്നൊരു അവസരമായത്. ഇത് ഞാൻ അങ്ങനെ കളയാൻ പാടില്ലല്ലോ. ചാരുലതയെ എന്റെ കൂടെ നിർത്താൻ പറ്റില്ല. അങ്ങനെ പറയല്ലേ ഭാമേ. ഈ ഹരിദാസനും ഞാനും തമ്മിലുള്ള അടുപ്പം നിനക്കറിയാലോ. ഒരു വില്ലേജ് ഓഫീസർക്ക് കളക്ടറേറ്റിൽ ഒരുപാട് ആവശ്യങ്ങൾ വരും. അപ്പോഴൊക്കെ എന്നെ സഹായിക്കുന്നത് ഈ ഹരിദാസനാ. ഹരിദാസന് ഒരു ആവശ്യം വരുമ്പോ പറ്റില്ലെന്ന് ഞാൻ എങ്ങനെ പറയും? അത് മാത്രമല്ല, ഈ ചാരുലത ഡൽഹിയിലൊക്കെ പോയി പഠിച്ച കുട്ടിയാ. അവക്ക് ശരിക്കും നിന്നേക്കാൾ വിവരമുണ്ടാവും. അങ്ങനെ ഒരാൾ കൂടെ ഉള്ളത് നിനക്ക് നല്ലതല്ലേ? എനിക്ക് അത്രയും വിവരമുള്ള ഒരാളുടെ സഹായം വേണ്ട. ഞാനൊരു പാവം വക്കീൽ. ഇവിടുത്തെ കേസൊക്കെ വാദിച്ച് എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. മോഹനേട്ടന്റെ ഡൽഹിയിലൊക്കെ പോയി പഠിച്ച വക്കീലിനെ താങ്ങാനുള്ള കെൽപ്പ് എനിക്കില്ലാഞ്ഞിട്ടോ. ഹരിദാസനോട് വാക്ക് പറഞ്ഞു പോയി. എന്നോട് ചോദിക്കാതെ പറഞ്ഞ വാക്ക് പാലിക്കേണ്ട കാര്യം എനിക്കില്ല. ഉത്തമന് നാട്ടിലെ 1,900 വക്കീലന്മാരിൽ ഒരാളാണ് ഞാനെങ്കിലും എനിക്ക് അത്യാവശ്യത്തിന് കേസെല്ലാം കിട്ടാറുണ്ട്. അത്തരം ഏതൊരു കേസുമായിട്ടാണ് പാവത്തും വന്നിരിക്കുന്നത്. അത് നോഫ് ചെയ്തേ. നമസ്കാരം ഡോക്കിലെ. എന്തോ രാവിലെ? അതെ, ഈ പ്രഭാകരൻ ചേട്ടന്റെ കേസിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അടുത്ത ഒരാഴ്ച പ്രഭാകരൻ ചേട്ടൻ സ്ഥലത്ത് കാണൂലെന്ന്. അതിന്റെ ഇടയിൽ എന്തെങ്കിലും ആവശ്യം വരാൻ സാധ്യതയുണ്ടോ എന്ന് എന്റെ അടുത്ത് ചോദിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യം വന്നാലും ഞാനത് കൈകാര്യം ചെയ്തോളാം. ഓ, വലിയ ഉപകാരം വക്കീലെ. മോനേട് സാർ ഇല്ലേ ഇവിടെ? സാറ് ഓഫീസ് പോകാൻ റെഡിയാവുക. രാവിലെ വലിയൊരു അബദ്ധം പറ്റിട്ടിരിക്കുക സാറിന്. എന്തബദ്ധം? സ്ഥിരം പറ്റും തന്നെയാണ്. ഒരു കാര്യമില്ലാതെ വക്കീലന്മാരെ കുറ്റം പറയാൻ മതി. അത് കഴിയുമ്പോ ഇതാ വരുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ഒരു ഫോൺ. അയാളുടെ ഭാര്യ ചാരുലതയെ എന്റെ ജൂനിയർ ആക്കണമെന്ന് പറഞ്ഞു. കിട്ടിയ അവസരമല്ലേ, അത് ഞാൻ ശരിക്കും അങ്ങ് ഉപയോഗിച്ചു. ഇപ്പൊ വില്ലേജ് ഓഫീസറിന്റെ പിറകെ നടന്നോണ്ടിരിക്കുക. എന്നിട്ട് വക്കീൽ എന്തോന്ന് പറഞ്ഞു? നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് നോറ്റെടുക്കാൻ പറ്റുമോ? ഉത്തമിച്ചല്ലേ സാർ റെഡിയാണോ നോക്കട്ടെ? ശരി ശരി ശരി. അയ്യോ, എവരെ കാര്യം. ആഹാ, ഇത്ര പെട്ടെന്ന് റെഡിയായോ? ചാരുലത വരുന്ന പ്രമാണിച്ച വേഷം മാറിയതാ. അങ്ങോട്ട് വരാൻ നേരമായോ?
നീയും ഞാനും തമ്മിൽ പല വഴക്കുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പറഞ്ഞതൊക്കെ നമ്മൾ ഓർത്തു വെച്ച് പ്രതികാരം ചെയ്യാറൊന്നുമില്ല. ഞാൻ ഒരു വഴക്കിനും വരാറില്ല. വഴക്കിനും വരുന്ന മുഴുവനും മോഹനേട്ടനാ. അങ്ങനെ ഉണ്ടാകുന്ന വഴക്കുകളെല്ലാം ഓർത്ത് വെച്ച് ഞാൻ പ്രതികാരം ചെയ്യാത്തത് കൊണ്ടാണ് മോഹനേട്ടൻ ഇങ്ങനെ വഷളായി പോയത്. ഇനി ഞാൻ ഒരു ഒത്തുതീർപ്പിനുമില്ല. കഴിക്കാൻ എടുക്കട്ടെ? എനിക്ക് വേണ്ട. വേണ്ടെന്ന് പറഞ്ഞ എനിക്ക് ഒരാവശ്യം വരുമ്പോൾ എന്നെ സഹായിക്കാത്ത നീ ഉണ്ടാക്കുന്ന ഒന്നും എനിക്ക് വേണ്ട. ശരി, രാവിലത്തെ ഭക്ഷണം വേണ്ടെന്ന് മനസ്സിലായി. ഉച്ചയാണോ? അതും വേണ്ട. നല്ല കാര്യം, എന്റെ ജോലി എളുപ്പമല്ലോ. ഹാമേ, ഞാൻ തമാശ പറഞ്ഞല്ല. ഇന്ന് ചാരുലത വരുമ്പോൾ അവളെ നിന്റെ കൂടെ ജോലിക്ക് നിർത്താമെന്ന് നീ സമ്മതിച്ചില്ല എങ്കിൽ ഈ ജന്മത്ത് നീ ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ കഴിക്കില്ല. മോഹനേഷൻ വാക്ക് പറഞ്ഞ വാക്കാണെന്ന് എനിക്കറിയാലോ. മോഹനേട്ടാ, ഓ മോഹനേട്ടാ, ഇത്ര വലിയ വാക്കൊന്നും പറയല്ലേ. അടുക്കള വെച്ച് എന്നെ കളിയാക്കിയതിന്റെ വാശിക്ക് ഞാൻ പറഞ്ഞതല്ലേ. അല്ലാതെ മോഹനേട്ടന് പ്രയാസം ഉണ്ടാവുന്നൊരു കാര്യം ഞാൻ ചെയ്യൂ? ചാരുലത വരട്ടെ, അവളെ ഞാൻ എന്റെ കൂടെ നിർത്തിക്കോളാം. പോരെ? നന്ദിയൊന്നും പറയണ്ട. ഇനി എന്നെ കളിയാക്കാൻ വരുമ്പോ നോക്കി ഞാൻ പറയാം. ചാരുലതയായിരിക്കും. കേറിയിരിക്കാൻ പറ മോനേട്ടാ, അപ്പോഴേക്കും ഞാൻ വരാം. ഗുഡ് മോർണിംഗ് സാർ. നമസ്കാരം. ചാരുലത കൃത്യസമയത്തിന് എത്തിയിട്ടുണ്ട്. അത് ഒരു നല്ല സ്വഭാവമാണ്. ചേച്ചിയില്ലേ? ഉണ്ട്, ഇപ്പൊ വരും. ചാരുലതത്തേക്ക് വരൂ. ഇല്ല സാർ, ഒട്ടും സമയമില്ല. രാവിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ദേ, ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇന്ന് തന്നെ ഇവിടെ കൊണ്ടുവന്ന് തരണമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. ചാരുലത വരും, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. പിന്നെ ചേച്ചി, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. സർട്ടിഫിക്കറ്റുകളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നൊട്ടും സമയമില്ലായിരുന്നു. രാവിലെ 9 മണിക്ക് ഞാൻ ബ്യൂട്ടി പാർലറിൽ ചെല്ലാന്ന് പറഞ്ഞിരുന്നതാ. ഇപ്പൊ 8:45. ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി നേരെ ക്ലബിൽ പോണം. വിമൻസ് ക്ലബിന്റെ സെക്രട്ടറിയാണ് ഞാൻ. ഹരിദാസന് ഞാൻ ക്ലബിൽ പോകുന്നൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഭർത്താക്കന്മാരുടെ ഇഷ്ടം മാത്രം നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റൂ? പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യം വേണ്ടേ? ഞാൻ പറയുന്നത് ശരിയല്ലേ ചേച്ചി? പിന്നെ വളരെ ശരിയാണ്. ഇവിടെ പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ചേച്ചി നാട്ടില് അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റ് അല്ലേ? അതുകൊണ്ട് സാറ് ചേച്ചിക്ക് എല്ലാ സ്വാതന്ത്ര്യവും തരില്ലേ? അതെ അതെ അതെ, എന്റെ കാര്യത്തിൽ മോഹനേട്ടൻ ഇടപെടാറേ ഇല്ല. ഞാൻ എന്ത് പറഞ്ഞാലും സമ്മതിച്ചു തരും. അത്രയ്ക്ക് വിശ്വാസം എന്നെ അല്ലേ മോനേട്ടാ? നിങ്ങള് സംസാരിക്കും, എനിക്ക് അല്പം തിരക്കുണ്ട്. ശരി. സാർ ഇവിടെ നിന്നോണ്ട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ചേച്ചി. ഞാന് ഹരിദാസൻ തമ്മില് ഇക്കാര്യം പറഞ്ഞ് എപ്പോഴും വഴക്കാ. ഞാൻ ക്ലബിൽ പോകുന്നതും പാർട്ടിക്ക് പോകുന്നതൊന്നും പുള്ളിക്കാരന് ഇഷ്ടമല്ല. പക്ഷെ എന്ത് ഇഷ്ടക്കുറവ് പറഞ്ഞാലും ഞാൻ വകവച്ചു കൊടുക്കാറില്ല. അങ്ങനെയല്ല ചാരുലതേ. ഭാര്യയും ഭർത്താവുമ്പോ അങ്ങനെ എപ്പോഴും വഴക്കുണ്ടാക്കുന്നത് ശരിയല്ല. പരസ്പരം അംഗീകരിച്ചു കൊടുക്കാവുന്ന കാര്യങ്ങള് അംഗീകരിച്ചു കൊടുക്കുന്നതല്ലേ നല്ലത്. എന്തിനാ ചേച്ചി നമ്മൾ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ എങ്ങനെ ചെലവഴിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ എന്റെ ഭർത്താവ് എന്നോട് ചോദിച്ചാൽ വിവരം അറിയും. ഇത് പഠിക്കാനാണോ ഡൽഹി പോയത്? ചുമ്മാതല്ലോ നിയമം പഠിച്ചത്. ഹരിദാസൻ എന്തെങ്കിലും പറഞ്ഞ് തർക്കിക്കാൻ വന്നാ ഞാൻ പറയും ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കുന്നു. അതോടെ പാവം ഒതുങ്ങും. നിയമം അറിയാവുന്ന നമ്മൾ തന്നെ മിണ്ടാതിരുന്നാൽ ആണുങ്ങളുടെ അഹങ്കാരം കൂടുകയുള്ളൂ ചേച്ചി. ഒരു ദിവസം സംസാരിച്ച് വഴക്കായപ്പോ ഹരിദാസൻ എന്റെ അച്ഛന് പറഞ്ഞു. ഞാൻ ഒന്നും നോക്കിയില്ല,
കൊറോണ കുട്ടിക്ക് നോക്കി ഒന്ന് കൊടുത്തു. അതി പിന്നെ ആള് മര്യാദക്കാരനാണേ. ഇതൊക്കെ നിവർത്തിയുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഇവര് നമ്മുടെ തോളി കയറൂലേ. ചേച്ചിയുടെ ജൂനിയറായി ജോലി ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ആദ്യം ഹരിദാസ് സമ്മതിച്ചില്ല. പിന്നെ ഞാനൊരു വിരട്ടിയപ്പോ പാവ ഹരി മോഹനിഷ്ഠ സാറിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ആദ്യം അവള് സമ്മതിച്ചതേയില്ല. പിന്നെ ഞാനൊന്ന് ദേഷ്യപ്പെട്ടപ്പം പാവ അവളങ്ങ് സമ്മതിച്ചു. ഞാൻ ദേഷ്യപ്പെടുന്നത് ഒക്കെ ഭയങ്കര പേടിയാണ്. അയ്യോ, സംസാരിച്ച സമയം പോയി. ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. നാളെ രാവിലെ ഓഫീസിൽ വെച്ച് കാണാം. ആ. ഹരിദാസനോട് രണ്ട് പറഞ്ഞിട്ട് തന്നെ കാര്യം. ഭാര്യയുടെ തല്ലുകൊണ്ട് ജീവിക്കുന്ന വിഡ്ഢി. മോഹനേട്ടാ, സത്യം പറയാലോ, ചാരുലത് ഇത്ര മിടിക്കാണെന്ന് ഞാൻ കരുതിയില്ല. ഇങ്ങനൊരാളുടെ സൗഹൃദമാണ് എനിക്ക് വേണ്ടത്. അല്ലേ മോഹനേട്ടാ? ഡൽഹിയിലൊക്കെ പോയി പഠിച്ചാലുള്ള ഗുണം ഇതാ, നല്ല ലോകപൂരം ഉണ്ടാവും. ഭർത്താവിനെ നിലയ്ക്ക് നിർത്തുന്നത് എങ്ങനെയാണെന്നും ആ കുട്ടിക്ക് അറിയാം. കേട്ടു. മോഹനേട്ടൻ അവിടെ വന്ന് ഒളിഞ്ഞു നോക്കുന്നത് ഞാനും കണ്ടു. അവളെ നിന്റെ കൂടെ ജോലിയൊന്നും ചെയ്യിക്കണ്ട, ഭയങ്കര അഹങ്കാരിയാ. അങ്ങനെ പറഞ്ഞ എങ്ങനെ മോനേട്ടാ? ഹരിദാസോട് മോനോട് വാക്ക് പറഞ്ഞു പോയതല്ലേ. പക്ഷേ ചാരുലത ഇങ്ങനൊരു പെണ്ണാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. അവക്ക് എന്താ മോഹനേട്ടാ കുഴപ്പം? അവളുടെ അഭിപ്രായം അവള് പറഞ്ഞു. പെൺകുട്ടികളായി ഇങ്ങനെ തന്നെ വേണം. വെറുതെ നിയമം പഠിക്കാൻ മാത്രമല്ല അവള് ചെയ്തത്. പഠിച്ച നിയമം സ്വന്തം ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരാനും അവക്ക് കഴിഞ്ഞു. ഇങ്ങനൊരു കൂട്ടുകാരിയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ചാരുലതയെ എനിക്ക് പരിചയപ്പെടുത്തുന്നതിന് ഒരു വലിയ നന്ദി. ഒരു നന്ദി പറയണ്ട. അവള് നിന്റെ കൂടെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. അത് കൊള്ളാം. അവളെ എന്റെ കൂടെ നിർത്തിയേ പറ്റൂന്ന് മോഹനോട് തന്നെയല്ലേ പറഞ്ഞത്? ഞാനങ്ങനെ ചെയ്തില്ലെങ്കിൽ മേല് ഞാനുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കില്ല എന്ന് ഒരു മോനോട് പറഞ്ഞു. അത് ചാരുലത ഇത്തരക്കാരാണെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. അവളുടെ കൂടെ കൂടെ നീ അഹങ്കാരിയായി പോവും. അപ്പൊ ഞാൻ ഇപ്പൊ അഹങ്കാരിയല്ലേ? ചാരുലതയുടെ അത്രയും ഇല്ല. അച്ചോ, അതൊന്ന് മുഖത്തോക്കി പറഞ്ഞാൽ എന്താ? നീ ശരിക്കും പാവാ. ചാരുലതയെ പോലുള്ളവരുടെ കൂടെ കൂടിയ ആരുടെ സ്വഭാവം മാറിപ്പോവും. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഹരിദാസനെ വിളിച്ച് പറയാം. ഭാര്യയുടെ തല്ലുകൊണ്ട് ജീവിക്കുന്ന അവനോട് രണ്ടെണ്ണം പറയുക വേണം. വേണ്ട, ചാരുലതയോട് പറയാനുള്ളതല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോഹനയുടെ പോന്നതിന് ശേഷം ഞാൻ ചാരുലതയോട് സംസാരിച്ചു. എന്ത്? ചാരുലത, ചാരുലത എന്താണ് നമ്മുടെ ജോലിയെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ നിയമം പഠിച്ചത് ആരുടെയും വഴക്കുണ്ടാക്കാനോ ഭർത്താവിനെ മര്യാദ പഠിപ്പിക്കാനോ അല്ല. പറ്റുന്നിടത്തോളം ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. പിന്നെ ചാരുലത ഹരിദാസനോട് പെരുമാറുന്ന പോലെയൊന്നും ഞാൻ മോഹനത്തോട് പെരുമാറാറില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മനുഷ്യനാണ് എന്റെ മോഹനേട്ടൻ. ആ മോഹനേട്ടനെ കോടതി കയറ്റാനോ ഭീഷണിപ്പെടുത്താനോ ഒന്നും എനിക്ക് പറ്റില്ല. ഞങ്ങൾ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതെല്ലാം അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ പറഞ്ഞു തീർക്കും. കാരണം ഞാൻ കല്യാണം കഴിച്ചത് മോഹനേട്ടനെ തോപ്പിക്കാനോ
മോഹനേട്ടൻ കല്യാണം കഴിച്ചത് എന്നെ തോപ്പിക്കാനോ അല്ല. ഭർത്താവ് പറയുന്നതൊക്കെ വകവെച്ചു കൊടുക്കണമെന്നാണോ ചേച്ചി പറയുന്നത്? ചേച്ചിയെ പറ്റി ഞാൻ ഇങ്ങനെ കരുതിയില്ല. ചാരുലത എന്നെ പറ്റി എന്ത് കരുതുന്നു എന്നുള്ളത് എന്റെ പ്രശ്നമേ അല്ല. എന്റെ ജീവിതം എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കൂ. ആ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ചാരുലതേ, ഞാൻ ഡൽഹിയിലൊന്നും പോയി പഠിച്ചിട്ടില്ല. പക്ഷേ പ്രായത്തിൽ മൂത്തയാളെന്ന നിലയിൽ ഒരു ചെറിയ ഉപദേശം തരാം. ഭർത്താവിനെ തോൽപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ ജീവിച്ചാൽ ചിലപ്പോ തോറ്റുപോകുന്നത് ചാരുലത തന്നെയായിരിക്കും. എന്റെ കൂടെ ജോലി ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ചാരുലതയ്ക്ക് ഇപ്പൊ ഒരു മനമാറ്റം ഉണ്ടായിട്ടുണ്ടാവും. നന്നായി ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി. എന്നിട്ട് ഓഫീസിൽ ഒന്ന് തന്നെ കാണുക. അതുവരെ ഇത് ചാരുലതയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഈ രീതി ചിന്തിക്കുന്ന ഒരാളുമായിട്ട് ഒത്തുപോകാൻ എനിക്ക് കുറച്ച് പ്രയാസ. പക്ഷേ മോഹനയുടെ ശുപാർശ ചെയ്ത കേസായതുകൊണ്ട് അതുകൊണ്ട് മാത്രം ചാരുലതയെ കൂടെ നിർത്താൻ ഞാൻ തയ്യാറാണ്. ഒന്നെങ്കിൽ നാളെ അവള് ജോലിക്ക് വരില്ല. വന്നാലും അവളുടെ കയ്യിലിരിപ്പ് എന്റെ അടുത്ത് ചെലവാവില്ല. അതിനുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഞാൻ വിചാരിച്ച പോലൊന്നുമല്ല. സാർ എന്താ വിചാരിച്ചത്? നീ ഒരു പഞ്ചപാവാണെന്ന്. കണ്ടാലുടൻ വഴക്കുണ്ടാക്കുകയും സംസാരിച്ചാൽ അത് തർക്കമാക്കുകയും വാശി തോന്നിയാൽ എന്തും ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഈ വിചിത്ര ജീവികൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് 3 വർഷം തികയുകയാണ്. ഇതുവരെയുള്ള വഴക്കുകൾ കൊണ്ട് ഒന്നുമായില്ല. ഇനി വഴക്ക് എത്ര വരാനിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം. 4-ാം വയസ്സിലേക്ക്